അസ്സലാമു അലൈക്കും. ഏറുവാടി കാട്ടുപള്ളിയും പ്രധാന മക്ബറയിലും അറിയപ്പെട്ട ഖബറുകളുടെ എണ്ണം കഴിഞ്ഞാൽ കൂടുതൽ കാണുന്നത് വാലിനോക്കം എന്ന സ്ഥലത്താണ്. ഇവിടെ 13ഓളം അറിയപ്പെട്ട ഖബറുകളുണ്ട്. മറ്റൊരു യുദ്ധഭൂമിയായ വൈപ്പാറിൻ്റെ ലേക്കുള്ള വഴിയിലുള്ള ഒരു സ്ഥലമാണ് വാലിനോക്കം. ഇവിടെയും യുദ്ധം നടക്കുകയും ധാരാളം ശുഹദാക്കളെ ഇവിടെ മറയടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ബസ് ഇറങ്ങിയാൽ കാണുന്ന സ്ഥലത്ത് പീർ മുഹമ്മദ്, നൂർ മുഹമ്മദ് എന്ന് 2 പേര് ഖബറടക്കിയിട്ടുണ്ട്. അവിടെ നിന്നും 1/2 കിലോമീറ്റർ ബീച്ച് റോഡിൽ പോയി കഴിഞ്ഞാൽ ദർഗാ കോംപ്ലക്സ് കാണാം. അവിടെ 10ഓളം ശുഹദാക്കളെ അറിയപ്പെട്ടിട്ടുണ്ട്. 3 ബിൽഡിങ്ങുകളിലായി അവരെ കാണാം. ആദ്യത്തേതിൽ മുഹമ്മദ് സുലൈമാൻ എന്നവരും അവരുടെ പെങ്ങൾ മറിയം ബീവിയുമാണ്. 2 പേരും സയ്യിദുകളും ഷഹീദുകളുമാണ്. मेरे जाने जहां दिल हो चुका है बेपरार, हर बुने मुंह में समाई है तड़प है मेरे यार, आगोज़ारी कर रहा है दिल की हो जा। അതിനടുത്തുള്ള ദർഗയിൽ അബ്ദുള്ള ഉമയാൻ എന്നവരും അബ്ബാസ് എന്നവരുമാണ്. ഈ അബ്ദുള്ള ഉമയാൻ എന്നവർ ആദ്യകാലത്ത് കൊള്ളക്കാരനായിരുന്നു. ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവസാനം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായിയായി മാറുകയും ഇസ്ലാമിനെ പൂർണ്ണ തോതിൽ സ്വീകരിക്കുകയും ചെയ്തു. അവർ ഏറുവാടി യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഷഹീദാവുകയും ചെയ്തു. അവരുടെ പേരിൽ ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നതായി ഇവിടെയുള്ള ഒരു ബാനറിൽ മനസ്സിലായി. में है कि तरके आरज़ू में रुनुमा, जुस्तुजू में है कि तरके जुस्तुजू है मुद्दा, तुझको सौंपी जा की बाजी ए हबीबे मन खुदा, रहा है तमदुई में कर मुझे इससे रिहा। अल्लाहुम्मा सल्ली अला सय्यिदिना मुहम्मदिन व अला आलिहि वसल्लम। मेरे जाने जहां दिल हो चुका है बेपरार, हर बुने मुंह में समाई है तड़प है मेरे। ഈ ദർഗാ കോംപ്ലക്സിൽ നിന്നും പുറത്തു കടന്ന് വീണ്ടും ബീച്ച് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ഖദീജത്തുൽ കുബ്ര എന്നവരുടെ ഖബർ കാണാൻ കഴിയുക. അതിനിടയിൽ ഒരു കിണർ കാണാം.
അത് ഔഷധ ഗുണമുള്ളതാണെന്ന് പറയുന്നു. അവിടെ നിന്നും വെള്ളം കോരി കൊടുക്കുന്ന സ്ത്രീകൾ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ഒരു സദക്കയായിരിക്കും. ഈ വെള്ളത്തിന് ഉപ്പുരസമില്ല എന്നാണ് പറയുന്നത്. ഉപ്പുരസമില്ല, നമ്മൾ കുടിച്ചു നോക്കി. പക്ഷേ ഇത് പല സ്ഥലത്തും ഈ അനുഭവമുണ്ട്. ഉപ്പുരസമില്ലാത്ത കടലിൻ്റെ വക്കത്ത് ആയാലും ഉപ്പുരസമില്ലാത്ത കിണറുകൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, മക്കാമുകൾ ഉൾപ്പെടെ. ഏതായാലും മഹാന്മാരുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ തബറുക്കിൻ്റെ ഒരു ഗുണം ഉണ്ട് എന്ന് ആണല്ലോ വിശ്വാസം. അതുകൊണ്ട് തന്നെ പലരും ഇത് കുപ്പികളിലാക്കി വീടുകളിലേക്ക് കൊണ്ടുപോകും. ഇവിടെയും കാട്ടുപള്ളി ദർഗ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാട്ടുപള്ളി ഏറുവാടിക്കടുത്തുള്ളതാണ്. ഇവിടെ കിടക്കുന്ന മഹദിയും ഷഹീദാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിന് അത്യാവശ്യം പഴക്കം കാണുന്നുണ്ട്. അത്ര പ്രാധാന്യം ഉണ്ട് എന്നാണല്ലോ അതിന് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പിൽ വന്നതായതുകൊണ്ട് കടപ്പുറത്ത് എൻ്റെ അറ്റത്തേക്ക് പോയില്ല. അവിടെ പലതും കാണാനുണ്ട് എന്നാണ് പറയുന്നത്. യുദ്ധഭൂമിയായതുകൊണ്ട് അവിടെ ശുഹദാക്കളുടെ രക്തം വീണ സ്ഥലം പാറകളിൽ അത് ഛായയിൽ കാണുന്നു എന്നും മറ്റും പറയുന്നുണ്ട്. മാത്രമല്ല കീഴക്കരയിലെ ജിന്ന് പള്ളിയിലേക്ക് ഇവിടെ നിന്നാണ് കല്ല് കൊണ്ടുപോയതെന്നും ഒരു കല്ല് ഇവിടെ വെട്ടിയിട്ടു അങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് അറിയുന്നില്ല. അത് മറ്റൊരു വീഡിയോയിൽ കീഴക്കരയിലെ സദഖത്തുള്ള കാഹിരി മക്കാമിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ കൂടിയപ്പോൾ തിരക്കൊഴിവാക്കാനാണെന്ന് തോന്നുന്നു മറ്റൊരു പുതിയ കിണറും ഇവിടെ തന്നെ കാണുന്നുണ്ട്. على المصطفى المختار خير البرية وداك اللهم كل يوم وداك اللهم كل يبته وأنت مردده بأن لا ترده وإنك مغنده ومنك عنده فسيدنا عبد الحكيم صاحب الولي وهو مصطفى للقوم حال حياته ومرجوه غيب منه بعد مماته وتسليم وأملا تحيته على المصطفى المختار خير البرية
بفضل الله عونا نباته سيدنا عبد الحكيم صاحب الولي طبيب بأدواء إسرائيل الغني لفظ السلطان سيد إبراهيم الذي أنساه إرادي بحسن مهتدي سيدنا عبد الحكيم صاحب الولي ذكر الله متعاقله وحبه الماضي وسيدنا عبد الحكيم وتسليم وأزكى تحيتي اللهم صل على سيدنا محمد وعلى آله وسلم मेरे जाने जहां दिल हो चुका है बेकरार हर बुने मुंह में समाई है तड़प है मेरे